അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, ഇത് നല്ലൊരു സ്ഥലമായ കാരണം ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തു ഞാൻ. അപ്പോൾ ഇതാണ് മറീൻ വാലി. ആദ്യം ടൂമ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല അക്വേറിയം വലുതായിരിക്കും, പക്ഷെ പിന്നീട് ജോബിൻ പറഞ്ഞു അത് ഒരു ബീച്ച് സൈഡിലെ വ്യൂ ആയിരിക്കും എന്ന്. പക്ഷെ അതൊന്നല്ല, ഇത് മറീൻ വാലി എന്ന് പറഞ്ഞാൽ മറീൻ വാലി ഷ്രൈൻ ഓഫ് അവർ ലേഡി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര്. ഇത് ഓസ്ട്രേലിയയിലത്തെ മോസ്റ്റ് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ കാത്തലിക് പിൽഗ്രിം ഡെസ്റ്റിനേഷൻസ് ആണ്. ഇതൊരു സെനിക് ഗോൾഡ് കോസ്റ്റ് ഹിൻഡർലാൻഡ് പറഞ്ഞൊരു സ്ഥലത്താണ് ഡെഡിക്കേറ്റഡ് ഒരു സ്ഥലം കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡെഡിക്കേറ്റഡ് ടു മേരി. ഈ ലോകത്തിൻ്റെ മിക്ക സ്ഥലത്ത് കണ്ട് എത്തിയ നമ്മുടെ മദർ മേരീൻ്റെ സ്റ്റാച്ചുകൾ ഇവിടെ കാണാം. പ്രേ ചെയ്യാം. നമുക്ക് ഇവിടെ ചാപ്പൽസ് ഉണ്ട്, സ്റ്റേഷൻസ് ഓഫ് ക്രോസ് ഉണ്ട്. ദെൻ ആക്ച്വലി ഇതിൻ്റെ സ്ഥലത്ത് നോക്കിയാൽ നല്ല ബ്രെത്ത് ടേക്കിംഗ് നാച്ചുറൽ സറൗണ്ടിങ്സ് ആട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കുഞ്ഞ് ഫ്രണ്ടിന് കണ്ടെത്തി. അതാണ് നമ്മുടെ കങ്കാരു മോൻ. ഈ കങ്കാരു ആക്ച്വലി നോർമൽ കങ്കാരു അല്ല, ഇത് വേറെ ഒരു സ്പീഷീസ് ആണ്. വാലബീസ് എന്ന് പറഞ്ഞൊരു സ്മോൾ സ്പീഷീസ് ആണ്. അതിൻ്റെ സൈസൊക്കെ കുഞ്ഞിതായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി അവരിലെ ഇങ്ങനെ നമ്മൾ അടുത്തൊക്കെ വരുമ്പോൾ ഓടിപ്പോട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അടുത്ത് വരാൻ പറ്റും. അപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആദ്യമായിട്ട് ജോബിൻ ആൻഡ് ഫാമിലി കങ്കാരുവിനെ കണ്ടു. ഇതാണ് അത്. അപ്പോൾ നമുക്ക് മാതാവിനെ കാണാം. ആദ്യമായിട്ട് കണ്ട മാതാവാണ് വേളാങ്കണ്ണി മാതാവ്. നമ്മുടെ ഈ സ്റ്റാച്ചു അവിടുന്ന് കൊണ്ടുവന്നാന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയേ ഇവിടെ നല്ല പ്രയർ ചെയ്യാനുള്ള നല്ല സ്ഥലമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് കുഞ്ഞ് ഡിസ്ക്രിപ്ഷനാണ്. ഇത് വേറൊരു മാതാവ് ഗ്രോട്ടിൽ സൈഡിൽ നിൽക്കണു, എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ, പക്ഷെ എല്ലാം ശരിക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചലോ മുമ്പിൽ പോവാം. ഇതാണ് ലേഡി ഓഫ് ആർ ഗ്വാഡലുപ്പെ, ഷ്രൈൻ ഓഫ് ആർ ലേഡി ഓഫ് ഗ്വാഡലുപ്പെ എന്ന് പറയും. അപ്പോൾ ഈ മാതാവ് മിറാക്കുലസ്ലി അപ്പിയർ ചെയ്തതാണ് എവിടെയോ മെക്സിക്കോയിൽ ഇൻ 1531. ഷീ ഈസ് ബീൻ എ പെട്രോൺ ഓഫ് അമേരിക്കൻസ്. ഇത് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഓൺലൈനും കാണാം കേട്ടോ. മീൻസ് കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും നല്ല നല്ല വീഡിയോസ്. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ എന്താ കണ്ടത്, നമ്മുടെ ഈ ജോബിൻസ് ഫാമിലി കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളാണ് കാണിക്കണേ. അപ്പോൾ ഈ മാതാവാണ് മേരിയം ഡ്രൈറ്റ് ഷൈൻ, മേരി ഓഫ് എ ട്രീ. നമുക്ക് വായിക്കാം. ഇവിടെ കണ്ട വേറെ ഒരു സ്ഥലത്ത്, ഒരു കുഞ്ഞു സ്ഥലത്ത് മാതാവ് നിൽക്കണ കണ്ടില്ലേ. ഏത് മാതാവെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു സ്റ്റാച്ചു, നല്ലൊരു സ്ഥലം, പ്രാർത്ഥിക്കാൻ നല്ലൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാതാവ്. പിന്നെ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് മഴയും തുള്ളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര കോൾഡ് വെതർ. നല്ലൊരു കാറ്റും. അത് കാരണം പിള്ളേർക്കൊക്കെ ഹാറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വരെ വിട്ട് നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് മടുത്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതൊരു മാതാവിൻ്റെ ഫോട്ടോ, സ്ഥലം, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം, ഇഷ്ടമുള്ളവർക്ക് വായിക്കാം. ഈ മാതാവിനെ കണ്ടിട്ട് ജെനിഫർ പറഞ്ഞു, മമ്മി ഈ മാതാവിൻ്റെ സ്റ്റാച്ചു കുറെ കരഞ്ഞിട്ടുണ്ട്. സെയിം സ്റ്റാച്ചു അല്ല, അവരുടെ അവിടെ ആ സ്ഥലത്തിൻ്റെ മാതാവിൻ്റെ കാര്യം എഴുതി വെച്ചേക്കണേ. വിയറ്റ്നാം പോയത് ഓർമ്മയുണ്ടാ? അവിടുത്തെ മാതാവാ വിയറ്റ്നാമിൻ്റെ മാതാവ്. ഇതാണ് ഇറാഖിൻ്റെ മാതാവ്, ഇറാഖ്. അവിടുത്തെ സ്റ്റാച്ചു ഒക്കെ നന്നായിട്ട് നല്ല സ്ഥലം കേട്ടോ, നല്ലൊരു ഡിഫറെൻറ്റ് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ചൈനൻ്റെ മാതാവിനെ കാണാൻ. മദർ ഓഫ് ചൈന. ചൈനൻ്റെ പോലെ തന്നെ, ചൈനീസ് പോലെ കണ്ണും മൂക്കും, കുഞ്ഞു മൂക്കും, കണ്ണിങ്ങനെ നീട്ടി വെച്ചേക്കണ്. പിന്നെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെയും കണ്ണൊക്കെ കുഞ്ഞു കണ്ണ്, നല്ല ക്യൂട്ടായിരുന്നു ഈ മാതാവ്. ഈ മാതാവിൻ്റെ മുമ്പിൽ ജെസിക്ക ഒത്തിരി പ്രാർത്ഥിച്ചു, എന്തൊക്കെയോ അവളുടെ സീക്രറ്റ്സ്. പിന്നെ ഇടയ്ക്കൊക്കെ സിനിക് ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ ഞാനൊന്ന് പോസ് അടിച്ചിട്ട് ഒരു റൗണ്ട് അടിക്കും. നല്ലൊരു സ്ഥലമല്ലേ. അപ്പോൾ ഒന്ന് എടുത്തോടെ നമുക്ക്. കേരളത്തിൻ്റെ പോലെ കുറച്ച് എൻവയൺമെൻറ്റ് ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ മൂന്നാറിൽ പോയില്ലേ, അതിൻ്റെ ഫീലിങ്സ്. നല്ല ക്ലൈമറ്റ്, കോൾഡ് ക്ലൈമറ്റും പിന്നെ മൗണ്ടൻ ഏരിയയിൽ പോണ ഒരു ഫീലിങ്സ്. അറ്റം അവസാനം നമ്മുടെ മാതാവെത്തി. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വന്ന കൃപാസന മാതാവ്. പിന്നെ കൃപാസന മാതാവിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ കണ്ട് സൂചിച്ച് ഞങ്ങൾ കുറേ നേരം നിന്നു പ്രാർത്ഥിച്ചിട്ടും. ഞാനും ജോബിനും മഞ്ജു ആൻറ്റിയും ടോമിയങ്കളാണെങ്കിൽ അവിടെ ക്ലീനിങ് നടത്തുമായിരുന്നു കേട്ടോ. ക്ലീനിങ്ങും ലൈറ്റിങ്ങും അതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു സെൽഫി എടുത്തു മാതാവിൻ്റെ കൂടെ. അതിൽ കണ്ടു നല്ല സന്തോഷമല്ലേ. പിന്നെ ഞാൻ പിള്ളേരെ ഒന്നിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്തു. ജോബിൻ്റെ കൂടെയും ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ ജെനിഫർ ആണ് കേട്ടോ എടുത്തത് ഞങ്ങളുടെ. അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.